ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയും, അവിടെയാണ് വന്നേക്കണേ. ചെക്ക് ഡാം തുറന്നിട്ടൊക്കെയായിരുന്നു, ഇപ്പോൾ അടച്ചിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം കൂടുതലുണ്ട്. നേരത്തെ വെള്ളം മറ്റി കിടക്കായിരുന്നു പുഴ. നമുക്കിവിടെ മെഷീൻ അടിച്ചിട്ടിട്ട് നോക്കാം മീൻ കിട്ടുമെന്ന് നോക്കാം. കഴിച്ചുകൊണ്ടുമ്പോൾ നമുക്കിവിടെ നല്ല മീൻ കിട്ടുന്നതാണ്. നമുക്ക് കഴിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ തീറ്റയാണ് ഇട്ടാണ്. നമുക്ക് നോക്കാം മീൻ അടിക്കാൻ നോക്കാം. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡാം പരിലൊക്കെ കയറാറുണ്ട്. ഇപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് എന്തായാലും മീനടിക്കും. നമുക്ക് നോക്കാം. കരിമീനും കിട്ടാറുണ്ട്. ഞാൻ മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഗായ്സ്, നമുക്കൊരു ചെറിയൊരു പരല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയുള്ളൂ. ചെറുതായതുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നു. വലിയവന്മാരാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം അടുത്തേലും കിട്ടുമോ നോക്കാം. ഇവിടെ നിറച്ച് കരടുകൾ ഇങ്ങനെ വന്ന് കിടക്കാനുണ്ട്. ഭയങ്കര പ്രശ്നമാണ്. ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. നമുക്ക് പതിയെ അവനെ പൊക്കിയെടുക്കാം. ഗായ്സ്, നമുക്കൊരു കരിമീൻ പള്ളാത്തി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. നമുക്ക് എടുക്കാൻ തീരെ ചെറുതല്ല. നമുക്ക് നോക്കാം ഇതിൻ്റെ വലുത് കിട്ടുമോ നോക്കാം. നമുക്ക് ഇവിടെ ഇപ്പം സിജോ ചേട്ടനുണ്ട്. നമ്മുടെ മീൻപിടുത്തത്തിൻ്റെ ആശാനാണ്. ആളും നമ്മുടെ കൂടെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. ആൾ മാത്രമല്ല, ആളുടെ മോനുണ്ട്. ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ. വെയിൽ നല്ല വെയിലായതുകൊണ്ട് അവനെങ്ങനെ പുറത്തേക്ക് ഇറക്കണില്ല. ഇനിയിപ്പോൾ വെയിലാറുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും. ഗൈസ്, നമുക്ക് നോക്കാം. ഇപ്പോൾ കരിമീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉച്ച സമയത്താണ് നമുക്ക് കരിമീൻ കൂടുതൽ കിട്ടാറ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാൻ ചൂണ്ടിട്ട് വെച്ചേക്കാണ്. ചൂണ്ടിട്ട് വെച്ച് നമുക്ക് മാറിക്കാനും പറ്റില്ല. കാരണം ഏത് സമയത്ത് മീൻ അടിച്ച് കൊണ്ടുപോകാമെന്ന് പറയാനും പറ്റില്ല. മീൻ വലിച്ചിട്ടുണ്ട്. ഇല്ല, അതൊന്നുമില്ല. നമുക്ക് അടുത്ത് നോക്കാം, കിട്ടുമോ നോക്കാം. ഗൈസ്, നമ്മൾ അടുത്ത് തീറ്റിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം തന്നെ കൊത്തുന്നുണ്ട്. അടിയിൽ മീനുണ്ട്. നമുക്ക് എപ്പോഴായാലും മീൻ അടിച്ച് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. നോക്കാം ഏത് മീനെ കിട്ടണേന്ന് നോക്കാം. തീറ്റ പോയെന്ന് തോന്നുന്നു. അനക്കൊന്നുമില്ല. ഞാൻ എന്തായാലും മീൻ കിട്ടിയിട്ട് കാണിച്ചു തരാം. ലൈവായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ കൊത്തിയെടുക്കണില്ല. നമുക്ക് എന്തായാലും മീൻ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അന്നത്തെ പോലെ നമുക്ക് ലൈവായിട്ട് കരിമീൻ കയറുന്നത് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. ഗായ്സ്, നമുക്ക് ഈ സൈസിലുള്ള കരിമീൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ മീൻ കിട്ടണമെങ്കിൽ കാണിച്ചു തരാം. ഏകദേശം നമുക്ക് ഈ സൈസുള്ള തന്നെ കിട്ടണത്. നമുക്ക് നോക്കാം ഇനി ഏതൊക്കെ മീൻ കിട്ടും നോക്കാം. ഗായ്സ്, നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പരല് കിട്ടിയിട്ടുണ്ട്. കുറേ നേരം ഇരുന്നിട്ടാണ് നമുക്ക് മീൻ ഇങ്ങനെ കിട്ടണത്. വീഡിയോ കട്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എന്തായാലും നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. അടുത്തത് ഗായ്സ്, നമ്മുടെ നാട്ടിൽ MLA പരല്, കോക്ലാഞ്ചി എന്നൊക്കെ പേരുള്ള മീനാണിത്. ഇതിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 5 മണി ആവാറായി. ഇനി ഇവൻ്റെ വരവാണ്. പിന്നെ നമുക്ക് എന്തോരം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അത്യാവശ്യം നല്ല വറക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല ഭംഗിയുള്ള മീനാണ്. ഗ്യാസ്, കോക്ലാഞ്ചി നന്നായിട്ട് കൊത്തുണ്ട്. ഞാൻ നോക്കാം. ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് എറിഞ്ഞിട്ട് കൊടുത്താൽ മാത്രം മതി. അവന്മാർ വന്ന് തീറ്റെടുത്തിട്ട് പൊക്കോളും. ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലൈവായിട്ട് മീനൊക്കെ കാരണം കാണിച്ചു തരാം. സിജു ചേട്ടൻ താഴേക്ക് പോയി. ആൾക്ക് അവിടെ നല്ല മീൻ കൊത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ താഴേക്ക് പോയി. ഇവിടുന്ന് കൊത്തി കിട്ടാണ്ടായിപ്പോൾ ആൾക്കാർക്കൊരു പരല് മാത്രം കിട്ടിയുള്ളൂ. ആളിപ്പോൾ അതാണ് താഴെ പോയപ്പോൾ നല്ല കൊത്തുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അവിടെ പോയി നോക്കാം. അല്ലെങ്കിൽ ഇതിലൊന്നുമില്ല. അവിടെ തീറ്റിട്ട് വെച്ചിട്ടുണ്ട്. കൊത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. മീൻ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്തായാലും ഇവിടുന്ന് വീഡിയോ കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് മീൻ കിട്ടണത്. നോക്കാം മീൻ കിട്ടുമോ നോക്കാം. ചെറിയ തീറ്റയാണ് കുളത്തും വിടുന്നത്. അത് കാരണം കൊണ്ട് അതിലൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ കോക്ലാഞ്ചി എന്ന് പറഞ്ഞ മീൻ ചറപറ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ. നമുക്കിത് കിട്ടി തുടങ്ങി കഴിഞ്ഞിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അവൻ ഇങ്ങനെ പ്രാന്തനായിട്ടൊരു മീനാണ്. കൂട്ടായിട്ട് വന്ന് നിൽക്കുള്ളൂ. അപ്പോൾ അവൻ്റെ ടൈമായിട്ടുണ്ട്. നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോലാനാണ് കിട്ടിയിരിക്കുന്നത്. കോലാനാണ്. ആ മീനെ പിടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഇവന്മാരൊക്കെ. കോലാൻ കോലാൻ അത് നൂല് കട്ടി കൂടിയ നൂലാണ് നിൻ്റെ നമ്മൾ കിടക്കണത്. റീലിൽ കിടക്കണ നൂലേ കട്ടി കൂടുതലായതുകൊണ്ടാണ് പോവാത്തത്. നിങ്ങൾ വീട്ടിനെ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മീൻ കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് വെള്ളം തണുത്ത് മാറി കഴിയുമ്പോൾ ഈ പരല് അങ്ങനത്തെ മീനുകളൊക്കെ കുറേ കിട്ടും. ഇതെന്തായാലും കുറച്ചും കൂടി ഇത് 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും പ്രൊയാവും.
ഇവനൊക്കെ ഇവിടുത്തെ പിള്ളേർ മൊബൈലിലല്ലേ കളിപ്പിക്കുന്നത്. അത് നൂല് ഞാൻ പറഞ്ഞില്ലേ കട്ടി കൂടിയുള്ള നൂലായതുകൊണ്ട് ഇത് തന്നെ കോക്ലാഞ്ചി എന്ന് പറഞ്ഞു. നല്ല ഭംഗിയുള്ള മീനാ ഗൈസ്. ഏകദേശം ഒരു 6:10 സമയം. നമുക്ക് ഒരു ചെറിയൊരു കൂട്ടുകാരനെ കിട്ടിയായിരുന്നു. അവർ പോയി. പുള്ളിക്കാരൻ മോനെ കൊണ്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, മീനെ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയാമായിരുന്നു അവരോടൊക്കെ. ഈ മൊബൈൽ കളിയൊക്കെ പിള്ളേരെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതാണ്, വിനോദമാണ് ഈ ഫിഷിങ്. ഇതൊക്കെ പിള്ളേർ ക്ഷമ എന്താണെന്ന് പഠിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ചൂണ്ടിട്ട് നിർത്തിയിട്ടില്ല, വൈൻ്റെ തയ്യാറായിട്ടില്ല. നമുക്കിപ്പോൾ ഇന്ന് കിട്ടി മീൻ. ഗൈസ് ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല കൊത്താണ് മീനിൻ്റെ. ഓളമില്ല, കരടില്ല, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗോൾഡൻ പെരൽ കിട്ടിയായിരുന്നു. അപ്പുറത്ത് ചൂണ്ടടിച്ചിരുന്നൊരു ടീമിന് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുഴിക്കുത്തി അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അവർ പോയി, അത് കിട്ടിയപ്പോൾ നമ്മുടെ മെഷീനിൽ 2 തട്ടായിട്ടിട്ട് പോയി. നമുക്ക് ഭാഗ്യമില്ല. വലിയ മീൻ കിട്ടുമ്പോൾ വലിയ മീൻ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അത് നടക്കണില്ല. എന്തായാലും കുറച്ചേരം കൂടി നമുക്ക് ഇട്ട് നോക്കാം. ഗൈസ് സുജചേട്ടൻ പോവാണ്, ഞാനും പതിയെ നിർത്താൻ പോവാണ്. നമുക്ക് നിർത്തണേക്ക് മുമ്പ് ഒരു വൈകുന്നേര സമയത്ത് ഒരു കരിമീൻ ചെറിയ കുഴപ്പമില്ല, വറക്കാൻ പറ്റും, കിട്ടിയിട്ടുണ്ട്. നമുക്ക് പതിയെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. കാരണം എനിക്ക് ഈ മെഷീനൊക്കെ മടക്കി വരുമ്പോഴേക്കും എന്തായാലും നേരം വൈകും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയ്ക്ക് കാണാം. താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, കൂട്ടുകാരന്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.